നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. അപ്പോൾ നമ്മൾ ഈ ആഴ്ച പറയുമ്പോൾ വെച്ചാൽ മീനക്കൂർ നക്ഷത്രങ്ങൾ പുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നാളുകാരുടെ ഫലങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ആഴ്ച പറയണത്. അപ്പം എന്താണെങ്കിലും ഓണക്കായിട്ട് സന്തോഷസ്ഥിതിയാണ് ഈ നാളുകാർക്കേ. അനേകം നാളുകളായിട്ട് ശാരീരിക ബുദ്ധിമുട്ടും തൊഴിലംഗ തടസ്സങ്ങളും ധനമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളും പലവിധ ക്ലേശങ്ങളായിരുന്നു ഈ നാളുകാർക്ക് വാസ്തവത്തിൽ. അപ്പോൾ അതിൽ നിന്നൊരു മോചനമായി എന്തായാലും അതിൽ നിന്നൊക്കെ ഒരു മോചനം വ്യത്യാസമൊക്കെ ആയി തുടങ്ങി. ധനാഗമനം ഉണ്ടാവും, അതൊരു സന്തോഷസ്ഥിതിയാണ്. ധനം നമ്മളിലേക്ക് വന്നെടുക്കും. ഏതെങ്കിലും പലവിധ മാർഗേന നമ്മളിലേക്ക് ധനം വന്നടക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുപോലെ തൊഴിൽ രംഗത്ത് പ്രാഗൽഭ്യം തെളിയിക്കാനും അതുകൊണ്ട് തന്നെ മുന്നോട്ട് നല്ല രീതിയിൽ പോകാനും മെച്ചപ്പാടുണ്ടാവാനൊക്കെ സാധ്യത ഉള്ള ഒരു സമയം കൂടിയാണിത്. തൊഴിൽ രംഗം ധാരാളം മെച്ചപ്പെടും. പല വിധത്തിലുള്ള നമ്മൾക്ക് വിശേഷങ്ങളായിട്ടുള്ള സൗഭാഗ്യങ്ങൾ തൊഴിൽ മുഖേന വന്നു ചേരും. അതൊരു ഭാഗ്യസ്ഥിതിയാണ്. ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ അങ്ങോട്ട് വിട്ടുമാറി സന്തോഷസ്ഥിതിയാവും. ദാമ്പത്യ യുദ്ധം ഉണ്ടായിരിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഈ നാളുകാർക്ക്. ഭിന്നമായിട്ടിരിക്കുന്ന അവസ്ഥ, ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥ, അങ്ങനെയുള്ള കലോഹ്യങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥ, അതിൽ നിന്നൊക്കെ നല്ലൊരു മോചനമായി ഈ സമയത്തെ. അപ്പോൾ അതൊക്കെ ഭാഗ്യസ്ഥിതിയാണ്. വളരെ നല്ല നല്ല പ്രവൃത്തികളും കാര്യങ്ങളൊക്കെയാണ് അതെല്ലാം. ധനാഗമനം ഉണ്ടാവും, ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം കിട്ടും, തൊഴിൽ രംഗം മെച്ചപ്പെടും, സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കും എന്നുള്ളതാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കും, ഗൃഹനിർമ്മാണം ആരംഭിക്കാൻ സാധിക്കും, സ്ഥല സാമഗ്രികൾ വാങ്ങിക്കാൻ സാധിക്കും, പുതിയ പുതിയ ചിന്താഗതികൾ മനസ്സിൽ ഉദിച്ചു വരും. ചില കാര്യങ്ങളൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാനും സാധിക്കും. പുതിയ പുതിയ പല സംരംഭങ്ങൾ തുടങ്ങാനും ബിസിനസ്സുകൾ തുടങ്ങാനും തൊഴിൽ മേഖല തുടങ്ങാനൊക്കെ ഉള്ള പലവിധ ആലോചനകൾ മനസ്സിൽ വരും. അതിനകത്ത് ചിലതെല്ലാം നമുക്ക് നടത്തിയെടുക്കാനും സാധിക്കും. അങ്ങനെയുള്ള ചില ഗുണങ്ങളൊക്കെ ഉള്ള ഒരു സമയസ്ഥിതിയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. വിവാഹാധികാരികളായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാലും അനുകൂല സ്ഥിതിയാണ്. ഈ നാളുകാർക്ക് വിവാഹാധികാരികൾ ആലോചിച്ചു കഴിഞ്ഞാൽ വരാനും വേഗം നടക്കാനും ഉറയ്ക്കാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു സമയമാണ് ഇവർക്ക് ആരംഭിച്ചേക്കണതേ. അപ്പോൾ ധനാഗമനം ഉണ്ടാവും, തൊഴിൽ രംഗം മെച്ചപ്പെടും, ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം കിട്ടും, ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷസ്ഥിതി ഉണ്ടാവും, പല പല പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ബിസിനസ് തുടങ്ങാനും പല പല പ്രവൃത്തിയിലേക്ക് ഏർപ്പെടാനൊക്കെ സാധിക്കും. അതൊക്കെ പുതിയ തുടങ്ങാൻ ആരംഭിക്കാനൊക്കെ ഉള്ള മനസ്സ് വരും. ഗൃഹനിർമ്മാണം ആരംഭിക്കും, സ്ഥല ജംഗമ വസ്തുക്കൾ വാങ്ങിക്കാൻ സാധിക്കും, പിന്നെ പല ദൂരയാത്രകൾ ചെയ്യാൻ സാധിക്കും. ചില യാത്രകളിൽ ചില ക്ലേശങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും ഭൂരിഭാഗം യാത്രകളും ഗുണത്തിൽ വരും. അതൊരു ഭാഗ്യസ്ഥിതിയാണ്. പിന്നെ പറയണമെന്ന് വെച്ചാൽ കുടുംബത്തിൽ ചില രോഗാവസ്ഥകൾ ബാധിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾക്കല്ല, നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള ചില ആൾക്കാർക്ക് അല്പം ശാരീരിക ബുദ്ധിമുട്ട്, കാലായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒടിവ്, ചതവ്, വ്രണങ്ങളൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. കൂടെ ഉള്ള ആൾക്കാർക്ക്, വീട്ടിലുള്ള പുരുഷന്മാർക്കാണ്, സ്ത്രീകൾക്കല്ല. അങ്ങനത്തെ ഒരു സ്ഥിതി കൂടിയുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ പല രീതിയിലുള്ള തീർത്ഥാടനങ്ങൾ നടത്താൻ സാധിക്കും. പല വിധേയനുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ സാധിക്കും. അതൊരു ഭാഗ്യസ്ഥിതിയാണ്. സന്താനങ്ങളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ചില സന്താനങ്ങൾക്ക് വിദേശയോഗം വന്നു ചേരും. ചില സന്താനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടാവും. ചില സന്താനങ്ങളിൽ വിവാഹാധികാരികൾ നടക്കും. എന്നൊക്കെ പൂർവ്വട്ടാതി രേവതി നാളുകാരുടെ സന്താനങ്ങളുടെ വിവാഹങ്ങൾ ഉറക്കും. സന്താനങ്ങളുടെ ജോലി കാര്യങ്ങൾ റെഡിയാവും. സന്താനങ്ങൾക്ക് വിദേശ കാര്യങ്ങൾ ശരിയാവും. അങ്ങനെയൊക്കെയുള്ള ചില ഗുണങ്ങൾ കൂടി പറയുന്നുണ്ട് ഈ സന്ദർഭത്തിൽ. പിന്നെ പറയണമെങ്കിൽ ചില അനാവശ്യ കൂട്ടുകെട്ടുകൾ ചെന്നപ്പെടും. ഒട്ടും തന്നെ ആവശ്യമില്ലാത്ത, ഒട്ടും തന്നെ ഉപകാരമില്ലാത്ത, ഒട്ടും തന്നെ ഗുണമില്ലാത്ത ചില ആൾക്കാരായിട്ട് സംസർഗം വന്നു ചേരും. അതൊക്കെ ദോഷവും, അതൊന്നും പാടില്ല. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാം. അതിലൂടെയൊക്കെ നമുക്ക് പല പ്രശ്നങ്ങൾ വരാനുള്ള
ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള കുറച്ച് ബന്ധങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു ഗുണമില്ല ഒരു ഭാഗം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോവുക, അതൊരു പ്രധാന ഘടകമാണ്. പിന്നെ പറയണമെങ്കിൽ ഗൃഹനിർമ്മാണം ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ടും ധനമായിട്ട് ബന്ധപ്പെട്ട തടസ്സങ്ങൾ കൊണ്ടൊക്കെ നിർത്തിവെച്ചിരിക്കുന്ന ചില നിർമ്മാണ പ്രവൃത്തികളുണ്ട്. അതൊക്കെ പുനരാരംഭിക്കാൻ സാധിക്കും, പൂർണ്ണമായിട്ട് തീർക്കാൻ സാധിക്കും. അതൊരു ഭാഗ്യസ്ഥിതിയാണ്. പിന്നെ വിദേശത്തുള്ള ചില മിത്രങ്ങളായിട്ട് അലോഹ്യങ്ങൾ വരും. നമ്മളുടെ ഏറ്റവും അടുത്ത മിത്രങ്ങൾ വിദേശത്തുണ്ടെങ്കിൽ തന്നെയും ചില കാര്യങ്ങളിൽ അവരിലായിട്ട് അലോഹ്യങ്ങൾ വന്ന് ഭിന്നമാകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഇതിനൊക്കെ സാഹചര്യങ്ങൾ വന്ന് ചേരും. അപ്പോൾ മിത്രങ്ങൾ തന്നെ ആവണമെന്നില്ല, ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആവാം. അപ്പോൾ അവരായിട്ട് ചില അലോഹ്യത്തിന് സാധ്യതയുണ്ട്. പിന്നെ പറയണമെങ്കിൽ രേവതി നാളുകാർക്ക് ധാരാളം സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. നഷ്ടപ്പെട്ടു പോയ പണം തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. കാണാതെ പോയ എന്തെങ്കിലും വസ്തുക്കൾ, ആഭരണങ്ങളോ മറ്റു വിലപ്പെട്ട വസ്തുക്കളോ ഒക്കെ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇവരുടെ പ്രധാനമായിട്ട് രോഗാവസ്ഥയിൽ നിന്ന് മോചനങ്ങൾ കിട്ടുന്നുണ്ട്. ചില മോഷ്ട പ്രവൃത്തികൾ നമ്മളോടനുബന്ധിച്ച് നടക്കുമെങ്കിലും അതൊന്നും നമുക്ക് ദോഷം ചെയ്യില്ല. നമ്മളിൽ നിന്ന് എന്തെങ്കിലും അപഹരിക്കാനായിട്ട് ആൾക്കാർ പരിശ്രമിക്കും, അതൊന്നും നമുക്ക് ദോഷം ചെയ്യില്ല, നമ്മളിൽ നിന്ന് അപഹരിച്ച് കൊണ്ടുപോകാൻ സാധിക്കുകയുമില്ല. അങ്ങനത്തെ ഒരു സമയം കൂടിയാണ്. പക്ഷെ എന്നാൽ കൂടി നമ്മളിത് അറിയും, നമ്മളുടെ ഒരു മോഷ്ടാവ് വന്നെന്ന് നമ്മളെ പറ്റിക്കാൻ ശ്രമിച്ചെന്നോ അപഹരിക്കാൻ ശ്രമിച്ചെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനത്തെ ചില അനുഭവങ്ങൾ ഉണ്ടാവും ഈ സന്ദർഭത്തിൽ, ഈ സമയത്ത് അതിനുള്ള സാധ്യതകളുണ്ട്. പിന്നെ തന്നെ പറയണമെങ്കിൽ സന്താനങ്ങളിൽ ചില പുരുഷ സന്താനങ്ങൾ നമ്മളിൽ നിന്ന് ചില അനാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ട് തന്നെ ഭിന്നമായിട്ട് മാറി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. പഠനമായിട്ട് ബന്ധപ്പെട്ട ജോലിയായിട്ട് ബന്ധപ്പെട്ട ഒരു കലഹിച്ച് നമ്മളിൽ നിന്ന് മാറി നിൽക്കാൻ സാധ്യതയുണ്ട്. രേവതി ഉത്രട്ടാതി നാളുകാരുടെ സന്താനങ്ങൾക്ക് അങ്ങനത്തെ ഒരു സ്ഥിതിയുണ്ട്. ചില അപകീർത്തികളൊക്കെ അവർ ചെന്ന് പെടും. അങ്ങനത്തെ ഒരു അവസ്ഥ കൂടിയൊക്കെ ഉണ്ട് ഈ ഉത്രട്ടാതി രേവതി നാളുകാരുടെ സന്താനങ്ങൾക്ക്, പുരുഷ സന്താനങ്ങൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ കൂടി പറയുന്നുണ്ട്. എന്നാൽ കൂടിയും കുറേ ഭൂരിഭാഗം കാര്യങ്ങളും ഈ പുരുഷാതി ഉത്രട്ടാതി രേവതി നാളുകാർക്ക് ഗുണങ്ങൾ, സന്തോഷങ്ങൾ, സൗഭാഗ്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവാം. ധനാഗമനം ഉണ്ടാവും, തൊഴിൽ തടസ്സങ്ങൾ നീങ്ങും, ശാരീരിക ബുദ്ധിമുട്ടുകൾ നീങ്ങും, നിർമ്മാണ പ്രവൃത്തികൾ നടക്കും, പുതിയ ഗൃഹത്തിൻ്റെ ആരംഭം നടക്കും, ഗൃഹനിർമ്മാണ ആരംഭം നടക്കും, സ്ഥലമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കും, വിവാഹാദി കാര്യങ്ങൾ നടക്കും. ഇതിനുള്ള കുറേ ഗുണങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ കൂടി ചില കാര്യങ്ങളിൽ മാത്രം അലോഹ്യങ്ങളുണ്ട്. പ്രധാനം ഏറ്റവും അടുത്ത മിത്രങ്ങളോ സുഹൃത്തുക്കളായിട്ട് അലോഹ്യങ്ങൾ വരും. ആൺ സന്താനങ്ങളെ കൊണ്ട് അപകീർത്തി വരുന്ന അവസ്ഥയുണ്ടാവും. അങ്ങനെ ചില കാര്യങ്ങളിൽ മാത്രം വിഷമസന്ധിയുള്ളൂ. ബാക്കിയെല്ലാം ഗുണസ്ഥിതിയാണ്. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക, സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. സന്തോഷമായിട്ട് ഓണാഘോഷിക്കാനൊക്കെ സാധിക്കും. അതൊക്കെ വലിയ ഗുണങ്ങളായിട്ട് തന്നെ കാണാം. ഇനി ഈ നാളുകാർക്ക് ദോഷസ്ഥിതിയിൽ മാറ്റമില്ല എന്ന് വിചാരിക്കാം. ഈ പറഞ്ഞ അനുഭവങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ദോഷങ്ങളുണ്ട്. അപ്പോൾ അതിന് പരിഹാരങ്ങളുണ്ട്. പ്രധാനമായിട്ട് അയ്യപ്പസ്വാമിക്ക് എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുക, നീരാഞ്ജനം കത്തിച്ച് പ്രാർത്ഥിക്കുക. അത് ഈ ദോഷങ്ങൾക്ക് ശമനം കിട്ടാൻ വളരെ വിശേഷമാണ്. ശ്രീകൃഷ്ണസ്വാമിക്ക് ഭാഗ്യസൂക്തമന്ത്രാർച്ചന, നെയ്വിളക്ക് എന്നിവ വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുക. അതും ഈ നാളുകാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൽ നിന്ന് മോചനം കിട്ടാൻ വളരെ വിശേഷമാണ്. ശ്രീകൃഷ്ണസ്വാമിക്ക് ഭാഗ്യസൂക്തമന്ത്രാർച്ചന, നെയ്വിളക്ക്, മഹാദേവന് കൂറത്തല കൊണ്ട് മാല ചാർത്തുക, ഇങ്ങനെയുള്ള വഴിപാട് കഴിക്കുന്നതുകൊണ്ട് ഈ നാളുകാർ പുരുഷാദി ഉത്രട്ടാദി രേവതി നാളുകാർ അനുഭവിക്കുന്ന സങ്കടങ്ങൾക്കും വിഷമങ്ങൾക്കും ആപത്തുകൾക്കൊക്കെ മോചനം കിട്ടും. ഒരു സംശയമില്ല. എന്താണെങ്കിലും സന്തോഷസ്ഥിതിയാണ് ഭൂരിഭാഗം. എന്താണെങ്കിലും ഭംഗിയായിട്ടൊക്കെ ഓണമൊക്കെ ആഘോഷിക്കുക. ഇനി സംശയങ്ങളൊക്കെ എന്നെ കമൻ്റായിട്ട് ഇടുക. അറിയാവുന്ന ഉത്തരങ്ങളൊക്കെ നമ്മൾ തരും. എന്നാലും എല്ലാവരുടെയും വിഷമങ്ങൾ സങ്കടങ്ങളൊക്കെ മാറട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യവും സമൃദ്ധി എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. എല്ലാവർക്കും ഭംഗിയായിട്ട് ഓണം ആഘോഷിക്കാൻ സാധിക്കട്ടെ. എല്ലാവരും സന്തോഷമായിട്ട് ആഘോഷിക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും ശ്രീ മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്ന ആൾക്കാർ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മളുടെ സംരംഭം പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളെല്ലാവരും ശ്രീ മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. ശുഭദരാശംസകൾ എല്ലാ നന്മകളും നേരുന്നു.
ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.